ഇവിടെ ഒരാൾ അയാളുടെ വീടിനടുത്തൊരു പ്രത്യേകതരം മെഷീൻ വീണു കിടക്കുന്നതായി കാണുന്നു. അടുത്തു വന്ന് നോക്കിയ അയാൾ അതിലൊരു പ്രത്യേകതരം ജീവിയെ കാണുന്നു. ആ ജീവിയുടെ മേലാസകലം മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അതിന്റെ മുറിവുകളൊക്കെ താനെ മാഞ്ഞു പോകുന്നത് അയാൾ ശ്രദ്ധിച്ചത്. അതിനാൽ അയാൾ അയാളുടെ വീട്ടിലേക്ക് അതിനെ കൊണ്ടുപോയി ഒരു റൂമിൽ ആരും അറിയാതെ ബന്ധിച്ചു. ആ ജീവി അതിന്റെ ശരീരത്തിലുണ്ടായ മുറിവുകൾ സ്വയം രക്തം ഉപയോഗിച്ച് ഉണക്കിയതുപോലെ തന്റെ ശരീരത്തിലുണ്ടാവുന്ന മുറിവുകളും ഉണക്കാൻ അതിന് സാധിക്കുമോ എന്ന് അയാൾ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനായി അവന്റെ കയ്യിൽ അവൻ തന്നെ മുറിവുണ്ടാക്കിയ ശേഷം അതിന്റെ രക്തമെടുത്ത് അവിടെ പുരട്ടി. അത്ഭുതമെന്ന് പറയട്ടെ, മുറിവ് താനെ ഉണങ്ങിപ്പോയി. ഇത് കണ്ടതും അവനാകെ സന്തോഷപ്പെടുകയും അവനൊരു ഐഡിയ മനസ്സിൽ തെളിയുകയും ചെയ്തു. ആക്ച്വലി അവന്റെ ഭാര്യയ്ക്ക് ഒരു മാറാ രോഗമുണ്ടായിരുന്നു. ഇതിന്റെ രക്തം കുടിച്ചാൽ ആ രോഗം മാറുമോ എന്ന് അവൻ സംശയിച്ചു. അതിനായി അയാൾ പിറ്റേന്ന് ആ മുറിയിലെത്തി ആ ജീവിയുടെ ശരീരത്തിൽ മുറിവുകളുണ്ടാക്കി രക്തം ശേഖരിക്കുകയും അതിലൊരു അല്പം രക്തം ഭാര്യയ്ക്ക് നൽകാനുള്ള സൂപ്പിൽ ചേർക്കുകയും ചെയ്തു. ഭാര്യക്കത് നൽകുന്നതിന് മുന്നേ അതിൽ വല്ല രുചിവ്യത്യാസമുണ്ടോ എന്ന് അവൻ ചെക്ക് ചെയ്യുകയായിരുന്നു. ആ സമയം പെട്ടെന്ന് അവൾ പിന്നിൽ വന്നതും സൂപ്പ് അറിയാതെ കൈതട്ടി വാഷ് ബേസിലേക്ക് പോവുകയും ചെയ്തു. ആക്ച്വലി അവന്റെ ഭാര്യയ്ക്ക് അവൻ ഇത്തരത്തിലൊരു ജീവിയെ പിടിച്ചു വെച്ചതായിട്ടുള്ള ഒരു സൂചനയും ഇല്ലായിരുന്നു. അവൾ ഈ കാര്യം അറിഞ്ഞാൽ പോലീസിൽ അറിയിക്കുമോ എന്ന ഭയമുള്ളതിനാലാണ് അവളിൽ നിന്ന് മറിച്ച് ആ ജീവിയെ അവനൊരു ഷെഡിൽ വളർത്താൻ തീരുമാനിച്ചത്. ഇപ്രാവശ്യം അവൾക്ക് നൽകുന്നതിന് മുന്നേ രക്തം കുടിച്ച് സ്വയം പരീക്ഷിക്കാൻ അവൻ തീരുമാനിച്ചു. അതിനായി ആ ജീവിയെ ഉപദ്രവിച്ചുകൊണ്ട് അവൻ ഒരു ബോട്ടിൽ രക്തം കൈക്കലാക്കി. അവൻ ആ രക്തം കുടിച്ചുകൊണ്ടിരിക്കെ അവന്റെ വൈഫ് അവിടേക്ക് വരുന്നു. അവിടെയുള്ള രംഗം കണ്ട് അവൾ ആകെ ഭയന്ന് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവൻ കരുതിയതുപോലെ തന്നെ അവൾ നേരെ ചെന്നത് പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കാനായിരുന്നു. അവൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഒന്നിടവിടാതെ അവളോട് എല്ലാം വിശദമായി പറയുന്നുണ്ട്. വിശ്വാസം വരാത്ത അവൾക്ക് മുന്നിൽ തനിക്കുണ്ടായ മുറിവുകളായ രക്തം ഉപയോഗിച്ച് താനെ ഉണങ്ങുന്നത് കാട്ടിക്കൊടുക്കുന്നു. ഇവർ രണ്ടുപേരും അതൊരു സാധാരണ ജീവിയാണെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ആ ജീവി ഒരു ഭീകരജീവിയായിരുന്നു. അത് തന്റെ അടുത്തെത്തിയ പൂച്ചയെ കൊന്ന ശേഷം ആ പൂച്ചയുടെ രൂപം സ്വീകരിച്ച് അവരവിടെ എത്തുമ്പോഴേക്കും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.